നേരെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊക്കെയും ഒടുവിൽ പെരുമ്പാവൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ മനോജ് മൂത്തേടന് വേണ്ടി നിലവിലെ MLA എൽദോസ് കുന്നപ്പള്ളി പ്രചാരണത്തിനെത്തുകയാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഒക്കലിൽ വെച്ച് നടക്കുന്ന മണ്ഡലം കൺവെൻഷൻ എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ റഹീം വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. റഹീമെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ എത്രയോ ദിവസങ്ങൾ നീണ്ടു നിന്ന ഈ അഭ്യൂഹങ്ങളും അതിനൊക്കെയും ഒടുവിൽ ഇതാ എൽദോസ് മനോജ് മൂത്തേടന് വേണ്ടി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. സേതു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അതുതന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെ നാടകീയത നിറഞ്ഞതായിരുന്നു. പെരുമ്പാവൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ വീണ്ടും ഒരു അവസരം കിട്ടും എന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു എൽദോസ് കുന്നപ്പള്ളി. എങ്കിൽ പിന്നീട് ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വളരെ വൈകാരികമായ ചില പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുന്നു. അങ്ങനെ നീണ്ടുപോയ ചില നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അതൊക്കെ ഒരു ശുഭ പര്യവസാനത്തിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഏതായാലും കഴിഞ്ഞ ദിവസം, അതായത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ പെരുമ്പാവൂരിലെ നിയുക്ത സ്ഥാനാർത്ഥിയായിട്ടുള്ള മനോജ് മൂത്തേടൻ ഈ എൽദോസ് കുന്നപ്പള്ളി MLA കാണാനാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തിയത്. പക്ഷേ അവിടെ മനോജ് മൂത്തേടൻ എത്തുന്നതിന് തൊട്ട് മുൻപായി ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ എൽദോസ് കുന്നപ്പള്ളി പിന്നെ അങ്ങോട്ട് മടങ്ങി വന്നതേയില്ല. അതിനുശേഷം മനോജ് മൂത്തേടനൊക്കെ പോയതിനു ശേഷമാണ് അദ്ദേഹം തൻ്റെ ഓഫീസിലേക്ക് മടങ്ങിയെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് പോലും ഈ പറയുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്ത് പോവുകയായിരുന്നു. പിന്നീട് ഈ എൽദോസ് അനുകൂലികൾ വലിയ രീതിയിൽ പെരുമ്പാവൂർ മണ്ഡലത്തിലുടനീളം വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ നിന്നിരുന്നു. ആ സമയത്തൊക്കെ എൽദോസ് കുന്നപ്പള്ളിയോട് മാധ്യമങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ മനോജ് മൂത്തേടൻ്റെ പ്രചരണത്തിനായി രംഗത്തുണ്ടാകുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു കൃത്യമായ മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഇന്നലെയാണ് ഇപ്പോൾ ചാലക്കുടി MP കൂടിയായിട്ടുള്ള ബെന്നി ബെഹനാൻ മനോജ് മൂത്തേടൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഒരു പ്രഖ്യാപനം നടത്തിയത്. എൽദോസ് കുന്നപ്പള്ളി മനോജ് മൂത്തേടനായി പ്രചരണത്തിനുണ്ടാകും എന്ന് ഇന്നലെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ഇന്നു മുതൽ മനോജ് മൂത്തേടന് വേണ്ടി എൽദോസ് കുന്നപ്പള്ളിയും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഒക്കലിൽ വെച്ച് നടക്കുന്ന മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് നിലവിലെ MLA കൂടിയായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയാണ്. ഇക്കാര്യം നമ്മൾ ഇന്ന് സ്ഥാനാർത്ഥിയോടുകൂടി ചോദിച്ചു. അത് ഉറപ്പിച്ചിട്ടുണ്ട്. 3 മണിക്ക് അദ്ദേഹം എത്തുമെന്നാണ് അവരോട് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പെരുമ്പാവൂർ കളം നിറയാൻ വീണ്ടും എൽദോസ് കുന്നപ്പള്ളി എത്തുകയാണ്. മനോജ് മൂത്തേടന്റെ പ്രചരണത്തിനായി എത്തുകയാണ്. എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ അതാണ് ആകാംക്ഷ റഹീമെ. ഇനി എന്തൊക്കെയാണ് എൽദോസ് കുന്നപ്പള്ളി പറയുക എന്ന്? കാരണം ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നു, പട്ടികയിൽ പേരില്ല എന്ന് അറിഞ്ഞതിന് ശേഷവും എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞത് ഞാൻ ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ ഈ 5 അക്കം സംഖ്യയോടുകൂടി തന്നെ, അത്രയും ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കും എന്നൊരു കോൺഫിഡൻസ് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അടുത്ത നീക്കം എന്താണ്? ഇനി വിമതനാകുമോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ നീണ്ടു നിന്നത്. അതിനൊക്കെയും ശേഷം അദ്ദേഹം മയപ്പെട്ടു. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവിടുത്തെ നേതൃത്വത്തിന് കഴിഞ്ഞു. ഒടുവിൽ ഇന്നിപ്പോൾ മനോജ് മൂത്തേടന് വേണ്ടി വോട്ട് പിടിക്കാൻ പ്രചാരണത്തിന് വേണ്ടി എൽദോസ് ഇറങ്ങുകയാണ്.